നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെ കുറിച്ചാണ്. ഈ അവിട്ടം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി ഫലമാണ് പറയുന്നത്. 2026 വർഷ ഫലമാണ് പറയുന്നത്. ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുമ്പോൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള അസ്ട്രോളജിയാണ്. ചൈനീസ് അസ്ട്രോളജിയിൽ 12 രാശികളാണുള്ളത്. ഈ 12 രാശികളെ ഓരോ വർഷങ്ങളായിട്ടാണ് ഇവരെ തിരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2026 വർഷം എന്ന് പറയുന്നത് കുതിര രാശിയിൽപ്പെടുന്ന വർഷമാണ്. ഈ കുതിര രാശിയിൽ അവിട്ടം നക്ഷത്രത്തിന്റെ സ്ഥാനം നിർണയിക്കുകയും ഈ അവിട്ടം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ അപഗ്രഥിച്ചെടുക്കുകയും ചെയ്തതാണ് ഇവിടെ പറയുന്നത്. ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്ന 3 എന്ന സംഖ്യ വളരെ നല്ലൊരു സംഖ്യയായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പച്ച നിറവും ഇവർക്ക് വളരെ നല്ല അനുഭവങ്ങൾ തരുന്ന നിറമായിട്ടാണ് പറയുന്നത്. ഈ ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനുള്ള പ്രാധാന്യം നമ്മൾക്ക് ഭാരതീയ ജ്യോതിഷത്തില് തുളസിച്ചെടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് അസ്ട്രോളജിയിലെ ലക്കി ബാമ്പു എന്ന് പറയുന്ന ചെടി 3 തണ്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. 3 തണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണിത്. ഇതിന് 1 അടി അല്ലെങ്കിൽ 1.5 അടി നീളം മതിയാകുന്നതാണ്. ഇലകളോടുകൂടിയുള്ള തണ്ടുകൾ എടുക്കാൻ ശ്രമിക്കുക. ഈ തണ്ടിനും ഇലയ്ക്കും കേടുപാടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ 3 തണ്ടുകൾ പച്ച റിബൺ കൊണ്ട് ഒന്ന് ചേർത്ത് കെട്ടുക. കെട്ടിയതിനു ശേഷം ഒരു ഗ്ലാസ് ബോളിലോ ഒരു ഗ്ലാസ് ബോട്ടിലോ ഇട്ടതിന് ശേഷം അതിലേക്ക് വെള്ളം നിറച്ച് ഒരു 3 ചെറിയ കല്ലുകൾ കൂടി ഇട്ട് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ നിങ്ങൾക്ക് കണി കാണാൻ പാകത്തിന്, ദിശ നോക്കേണ്ട കാര്യമില്ല, കണി കാണാൻ പാകത്തിന് വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് ഭാഗ്യമുള്ള വസ്തുക്കൾ കണി കാണുന്നത് വളരെ നല്ലതാണ്. ഇതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇതില് കേടുപാടുകളോ ഇലയ്ക്ക് വാട്ടമോ വരികയാണെങ്കിൽ മാറ്റി മറ്റൊന്ന് സ്ഥാപിക്കേണ്ടതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവിട്ടം നക്ഷത്രക്കാർക്ക് ഇക്കൊല്ലം കുടുംബത്തില് വളരെയധികം ശാന്തതയും സ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വേണ്ട വിധത്തിൽ നിറവേറ്റാന് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർവ്വ ആദരങ്ങളും എല്ലാവരും നൽകുന്നതുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഔദ്യോഗികപരമായിട്ടുള്ള ഒരു പരിധി വിപുലപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ യാത്രാക്ലേശമൊക്കെ കൂടുന്നതുമാണ്. ജോലിയിൽ ഉന്നതി ഉണ്ടാകുമെങ്കിലും അത് യാത്രാക്ലേശത്തിലേക്ക് ചെന്നെത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ നനച്ചിരിക്കാതെ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പക്ഷെങ്കിൽ യുക്തിപൂർവമായിട്ടുള്ള ഒരു സമീപനം കൊണ്ട് അതിനെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതുമാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ചില ആളുകളൊക്കെ അത് താൽക്കാലികമായിട്ട് ഉപേക്ഷിച്ച് വിദേശ യാത്രയ്ക്കൊക്കെ പുറപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് തുടങ്ങുന്ന സംരംഭത്തിന്റെയൊക്കെ മേലധികാരിയാകാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മധൈര്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ ആവിഷ്കാര ശൈലി സർവർക്കും സ്വീകാര്യമാകുന്നതാണ്. അതിൽ ആത്മാഭിമാനമൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. പൂട്ടിക്കിടന്നിരുന്ന വ്യാപാര വ്യവസായ സ്ഥാപനമൊക്കെ സുഹൃത്തുക്കളുടെ സാമ്പത്തിക പിന്തുണയോടുകൂടി നിങ്ങൾക്ക് പുനരാരംഭിക്കാനൊക്കെ കഴിയുന്നതാണ്. ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നേട്ടമുള്ള ഒരു സമയമാണ്. കാലഹരണപ്പെട്ട ഗ്രഹോപകരണങ്ങളൊക്കെ മാറ്റി പുതിയതൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും അനുകൂലമായിട്ടുള്ള സാഹചര്യവും ഉന്മേഷവും ഉത്സാഹവും ഒക്കെ കൂടുന്ന ഒരു സമയമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ നിസ്സഹകരണ മനോഭാവം ഉണ്ടായിരുന്നതൊക്കെ മാറി അനുകൂല ഭാവത്തിലേക്ക് വരുന്നതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിനെ ചില കാര്യങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോഴേക്കും ഭൗതിക ജീവിതത്തില് താല്പര്യം കുറയുവാനും ആധ്യാത്മിക വിഷയങ്ങളില് താല്പര്യം കൂടാനുമുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലായാലും ജോലിയിലായാലും ഭരണ സംവിധാനത്തിലുള്ള ചില അപര്യാപ്തകൾ എപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയും അതിന് വിദഗ്ധ ഉപദേശമൊക്കെ നിങ്ങൾ തേടുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ഈ വർഷം പകുതിയോടുകൂടി നടക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ് ഈ വർഷത്തിന്റെ പകുതിയോടുകൂടി. അശ്രദ്ധ കൊണ്ട് ചില വീഴ്ചകളും അപകടങ്ങളും ഒക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയോ സമയോചിതമായിട്ടുള്ള ചില ഇടപെടലുകളില് നിങ്ങൾക്ക് ഭീമമായ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്.
ഈ വർഷം നിങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന സ്വദേശത്താണെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം വന്നു ചേരുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ട്. വ്യാപാര വ്യവസായ വിപണന മേഖലയിലൊക്കെ ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം വളരെയധികം പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ചില സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുനിൽക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഷെയർ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. ജന്മനാട്ടിലെ വിശേഷ ദിവസങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും. അതിലൊന്നും പങ്കെടുക്കാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാതെ വരുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ അത്യധ്വാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവവും ഒക്കെ ലഭിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ അടുത്തു ചേരുന്നതാണ്. സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഈ വർഷത്തിന്റെ ഒരു പകുതി കഴിയുമ്പോഴേക്കും ഒരു 8 മാസമൊക്കെ ആകുമ്പോഴേക്കും നിലനിൽപ്പിന് വിഘാതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എങ്കിലും അത് ആത്മധൈര്യത്തോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിജീവിക്കാവുന്നതാണ്. ചില മാനഹാനിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചില ആളുകളുടെ അടുത്തുനിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും വിജയം. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും പഴി കേൾക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. സഹായ അഭ്യർത്ഥന നിരസിക്കുന്നത് കൊണ്ട് ചില സ്വജ്ജനങ്ങളൊക്കെ പിണങ്ങുന്നതാണ്. ആ പിണക്കം നിങ്ങൾ കാര്യമാക്കേണ്ട. സഹായിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ച് നിങ്ങൾക്ക് ഉപദ്രവം മാത്രമായിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുന്നതാണ്. അത് പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ പല ആളുകളുടെയും ഉപദേശമൊക്കെ തേടുന്നതാണ്. അത് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വൻ വിജയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ അതിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടതാണ്. നിങ്ങളുടെ സൗമ്യമായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളിൽ നിങ്ങളുമായിട്ട് പിരിഞ്ഞിരുന്ന ചില ആളുകൾ അടുത്തുകൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ പിണക്കങ്ങളൊക്കെ മാറ്റുന്നത് വളരെ നല്ലതാണ്. ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വേണ്ടിവരും. എങ്കിലും നിങ്ങൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഒന്നിലധികം തവണയാണ് നിങ്ങൾക്ക് ദേശവാസം യോഗത്തിൽ വരുന്നത്. ഈ വർഷം അവസാനവും വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വളരെയധികം നല്ലൊരു സമയമാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കുവാനുള്ള ഒരു സമയമൊക്കെയാണ് ഇത്. സന്താന ഭാഗ്യവും ഉണ്ടാവുന്നുണ്ട്. വ്യവസ്ഥകളൊക്കെ നിങ്ങൾക്ക് പാലിക്കുവാനായിട്ട് നിങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തുന്നതാണ്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളെല്ലാം തീരുന്ന ഒരു വർഷമായിരിക്കും ഈ 2026. ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് 2026 അവസാനമാകുമ്പോഴേക്കും. ജനമധ്യത്തിലൊക്കെ നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ചില അശ്രദ്ധ കൊണ്ട് അബദ്ധം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും സൂക്ഷിച്ചുപയോഗിക്കുക. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അന്യരെ കുറ്റം പറയുന്നതൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഈ വർഷത്തെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒരുപോലെ വന്ന് ഭവിക്കുന്ന ഒരു വർഷമാണ്. അതായത് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം. ഗുണങ്ങൾ കൂടുതലുണ്ട്, ദോഷങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ നിങ്ങൾ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അതിനെ ആത്മധൈര്യത്തോടെ പിടിച്ചു നിന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഉദ്യോഗത്തോട് അനുബന്ധമായിട്ട് നിങ്ങൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്കൊക്കെ ചേരേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് നോക്കണം. നിങ്ങളുടെ മുന്നോട്ടുള്ള ഉദ്യോഗത്തിലേക്കുള്ള പ്രൊമോഷനൊക്കെ ആയിട്ട് നിങ്ങൾ പുതിയ പാഠ്യപദ്ധതിയിലൊക്കെ ചേരേണ്ടതുണ്ട്. അത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ക്ലാസ് ആയിട്ടോ ഒക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ 2026 വർഷം വളരെ സുന്ദരകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അത്രയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോ വാക്കുകൾ പറയുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.